സൈബർ അധിക്ഷേപ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രതിയായ കേസിലെ അതിജീവിത സുപ്രീം കോടതിയെ സമീപിച്ചു. ദീപ ജോസഫിന്റെ ഹർജിയിലാണ് അതിജീവിതയുടെ തടസ്സ ഹർജി. കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദീപ ജോസഫ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അരവിന്ദ് തുടരുന്നുണ്ട്. അരവിന്ദ്, എന്താവശ്യവുമായാണ് അതിജീവിത സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്? അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളോട് അധിക്ഷേപിച്ച കേസിലായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിനെതിരെ കേരള പോലീസ് കേസെടുത്തിരുന്നത്. ഇതിൽ ഈ കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് നേരിട്ട് തന്നെ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഈ റിട്ട് ഹർജിയിലാണ് ഇപ്പോൾ അതിജീവിത ഒരു തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ വാദങ്ങൾ കൂടി പരിഗണിച്ച ശേഷം, അല്ലെങ്കിൽ അത് കേട്ടതിന് ശേഷം മാത്രമേ ഈ കേസിൽ ഒരു തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നതാണ്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം കേസ് നൽകിയ, അല്ലെങ്കിൽ ആദ്യമായി 3 കേസുകൾ നിലവിൽ എംഎൽഎക്കെതിരെ നിലവിലുണ്ട്. അതിൽ ആദ്യത്തെ കേസാണ് ഇതുമായി ബന്ധപ്പെട്ട ആധാരമെന്ന് വലിയ രീതിയിലുള്ള അധിക്ഷേപം അന്ന് അതിജീവിക്കെതിരെ സമൂഹ മാധ്യമത്തിൽ ദീപ ജോസഫ് അടക്കം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേരള പോലീസ് കേസെടുക്കുകയും ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ പോലും സമീപിക്കാതെ നേരിട്ട് തന്നെ ദീപ ജോസഫ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കേസിലാണ് ഇപ്പോൾ അതിജീവിത ഒരു തടസ്സ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. തന്റെ വാദങ്ങൾ കൂടി കേട്ട ശേഷം മാത്രമേ ഹർജിയിൽ തീരുമാനമെടുക്കാവൂ എന്നതാണ് അതിജീവിതയുടെ ആവശ്യം. ശരി, അരവിന്ദാണ് വിവരങ്ങൾ.